നിരാശയാണ്. അതായത് നല്ലൊരു കഥ നല്ലതാണ്, കാര്യം ഇടുക്കിയിൽ നടന്ന ഒരു റിയൽ കഥയാണ്. പക്ഷേ ആ കഥേനെ അവർ എങ്ങനെയാണ് സിനിമ ആക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ മോശം. നമുക്കൊരു മോശം ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു തിയേറ്ററിൽ നിന്ന്. ഇതാരെയും നമ്മൾ മനഃപൂർവ്വം ചെയ്യാൻ വേണ്ടിയിട്ടല്ല, നമ്മുടെ ഒരു പേഴ്സണൽ അനുഭവം പറഞ്ഞു. സിനിമ എടുത്തേണമെന്നും ഒരു സെറ്റപ്പില്ല. നല്ലൊരു കഥയാണ്, പക്ഷേ ആ കഥേനെ എടുത്ത് വെച്ചേക്കണമെന്നൊരു സെറ്റപ്പായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഫസ്റ്റ് ഹാഫ് ബോറായിരുന്നു, സെക്കൻഡ് ഹാഫ് പൊളിയാണ്. ഒന്നുമല്ല, അടിപൊളിയാണ്. അതായത് ഒരു തിരിച്ചു തന്നെയാണ്. നല്ല പടം അല്ല, അത് നല്ല രീതിയിൽ എടുത്തതിന് റിയലിസ്റ്റിക് ആയിട്ടല്ലാതെ കുറച്ചുകൂടെയൊക്കെ നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. തീർച്ചയായും ആ ഒരു സീൻ വരുമ്പോഴത്തേക്ക് കണ്ണ് നിറയുന്നുണ്ട്. അല്ല മേക്കിംഗ് നല്ല എല്ലാം മേക്കിംഗ് അതിലേവോളാം ദിലീപ് നന്നായിട്ടുണ്ട്. ഇത് സംഭവതയാകുമ്പോൾ അതിനകത്ത് കുറച്ച് ഒറിജിനാലിറ്റിയൊക്കെ കാണും, പിന്നെ കുറേ സ്പെഷ്യലായിട്ട് ചേർക്കുന്നതുണ്ട്. ദിലീപിൻ്റെ അഭിനയം ദിലീപിൻ്റെ നല്ല ക്യാരക്ടറായിരുന്നു അഭിനയം. പടത്ത് നല്ല സിനിമ തന്നെ, രാഷ്ട്രീയത്തിൻ്റെ അതിന് എല്ലാ ഇതുണ്ട്. മനോജിക്കതിനൊക്കെ നല്ല ആദ്യത്തെ ഇതിൽ കുറച്ച് ചെറിയ ഇതുണ്ടായിരുന്നു, പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഇതിൽ കുഴപ്പമില്ല, കൊള്ളായിരുന്നു, നല്ല സിനിമ. നാട്ടിൽ നടന്ന സംഭവമാണ് നമുക്ക് രക്തം തിളയ്ക്കുന്നത് കാണുമ്പോൾ. എല്ലാ രീതിയിലും നമ്മുടെ നടന്നിട്ടുണ്ടെന്നും എല്ലാം ജനങ്ങളെ അറിയിക്കേണ്ടതും ജനങ്ങൾ അറിഞ്ഞിരിക്കുന്നതും വായിച്ചിരിക്കേണ്ടതും എല്ലാം ആയിട്ടുള്ള നല്ലൊരു പടമാണ്. ഈ ഇപ്പം ഇറങ്ങിയേറി ഞങ്ങൾ മിക്കവാറും നല്ല പടങ്ങൾ കാണുന്നതിൽ ഇപ്പം ഇറങ്ങിയ ഏറ്റവും നല്ല പടമാണ്. ഇന്ന് നിറഞ്ഞല്ല, രക്തം തിളയ്ക്കുന്നുണ്ട്. കണ്ടപ്പോൾ ഇതെഴുതിയ ആളിനെ നല്ല വന്ദിക്കണമെന്ന് തോന്നി. പിന്നെ ഈ അഭിനയിച്ച ആളിനെ നല്ല തലകുമ്പിട്ട് വണങ്ങണമെന്ന് തോന്നി. കാരണം അത്രയ്ക്ക് എഫക്റ്റീവായുള്ള ഒരു ഹിസ്റ്ററി ആയിരുന്നു. ഓക്കെ, താങ്ക് യു.